അമ്മേ നാരായണ. ഇന്ന് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ മകംതൊഴിലാണ്. ഈ മകംതൊഴിലിന് തിരുവനന്തപുരത്തു നിന്ന് വന്ന സരസ്വതി എന്ന് പറയുന്ന ഭക്തയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. സരസ്വതി എന്ന് പറയുന്ന ഭക്തിയുടെ കഥ ഇതിനു മുമ്പ് നമ്മൾ ശങ്കുലിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോറ്റാനിക്കര ക്ഷേത്രമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മുടെ ക്ഷേത്രത്തിലെ കൊടിക്കൂറ സമർപ്പിക്കുന്നത് ഈ അമ്മയാണ്. കഴിഞ്ഞ മകത്തിന് ശേഷം അമ്മയ്ക്ക് വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയുണ്ടായി. ഈ മകത്തിന് ക്ഷേത്രത്തിലെ കൊടിക്കൂറ സമർപ്പിക്കുവാൻ കഴിയുമോ എന്ന് പോലും സംശയമായിരുന്നു ആ സമയത്ത്, ആ അനുഭവം. പക്ഷെ അവിടെ നിന്ന് ഈ വർഷവും അമ്മ കൊടിക്കൂറയായിട്ട് എത്തിയിരിക്കുകയാണ്. ചോറ്റാനിക്കര ശ്രീ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് ആ വലിയ ദുരന്തത്തിൽ നിന്നും അമ്മ രക്ഷപ്പെട്ട് വീണ്ടും ചോറ്റാനിക്കര അമ്മയെ കാണാൻ എത്തിയിരിക്കുന്നത്. അമ്മയുടെ വാക്കുകൾ കേൾക്കാം. 2025 മാർച്ച് 12-ാം തീയതി ആയിരുന്നു ഇവിടത്തെ മകംതൊടൽ. ഏപ്രിൽ 12-ാം തീയതിയാണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് അങ്ങനെ ആശുപത്രിയിൽ പോവുകയും ഓപ്പറേഷൻ വേണമെന്ന് പറയുകയും ഞാൻ അമ്മയെ പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ഓപ്പറേഷനിൽ നിന്ന് അമ്മ എന്നെ കാത്തുരക്ഷിച്ചു. ഈ വർഷവും കൊടിക്കൂറ കൊണ്ടുവരാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഇപ്പോഴും ഇനി ഒക്കുന്ന കാലം വരെ ഞാൻ കൊണ്ടുവരാനുള്ള മനസ്സുണ്ട് എനിക്ക്. പിന്നെ ആശുപത്രിയിൽ കിടന്നപ്പോൾ ക്രിട്ടിക്കലായിരുന്നു. ഓപ്പറേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ഇത് രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർമാർ ആലോചിച്ചു ഓപ്പറേഷൻ സക്സസ് ആയില്ലെങ്കിൽ കോമ സ്റ്റേജ് ആവുമെന്നും പിന്നെ അവര് മരുന്നൊക്കെ ഇറക്കി. എന്തായാലും ചോറ്റാനിക്കര അമ്മ എന്നെ കാത്തുരക്ഷിച്ചു. ഈ വർഷവും ഞാൻ കൊടിക്കൂറ കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പൊ മകം തൊഴുവാനും എത്തി. സരസ്വതി അമ്മയെ പോലെ ഒരുപാട് ഭക്തരാണ് ഈ മകംതൊഴിലിന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഓരോ ഭക്തർക്കും പറയാൻ ഓരോ അനുഭവ കഥകളായിരിക്കും ചോറ്റാനിക്കര ശ്രീ ഭഗവതി പകർന്നു കൊടുക്കുന്നത്. ഈ ഒരു പുണ്യ നിമിഷത്തിൽ നിങ്ങളോട് ഈ കഥ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ടീം ശങ്കുലിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും മകം ദിനാശംസകളിൽ നിന്നും നന്ദി, നമസ്കാരം. അമ്മേ നാരായണ.